സിനിമയ്ക്കൊപ്പം കൃഷിയെയും കാർഷിക മേഖലയെയും സ്നേഹിച്ച വ്യക്തിയായിരുന്നു അന്തരിച്ച ശ്രീനിവാസൻ. സിനിമയ്ക്കപ്പുറം ജൈവ പച്ചക്കറി കൃഷി രീതിയെ ജീവിതത്തോട് ചേർത്ത് പിടിച്ച വ്യക്തിത്വം. 2013 ബ്രൊക്കോളി എന്ന പച്ചക്കറി ഉൽപ്പന്നം തേടി ശ്രീനിവാസൻ ഇടുക്കി കട്ടപ്പന ഇരട്ടിയാറിലുമെത്തി. ഇരട്ടിയാർ നാഗതൊട്ടി CR നഴ്സറിയിലാണ് ശ്രീനിവാസൻ എത്തിയത്. 12 വർഷം മുമ്പ് തന്റെ പച്ചക്കറി നഴ്സറിയിൽ ശ്രീനിവാസൻ എത്തിയ ഓർമ്മകൾ പങ്കുവെക്കുകയാണ് CR നഴ്സറി ഉടമ കൂടിയായ ചുക്രുമ്പേൽ ബിജു. ക്യാൻസറിനെ പ്രതിരോധിക്കാനുള്ള പച്ചക്കറി തൈ തേടി നടൻ ശ്രീനിവാസൻ 2013 കട്ടപ്പന ഇരട്ടയാർ നാങ്കുതൊട്ടിയിലുള്ള CR നഴ്സറിയിൽ. ബ്രോക്കോളി എന്ന പച്ചക്കറി തൈ അന്വേഷിച്ചാണ് ശ്രീനിവാസൻ ഇവിടെ അന്ന് എത്തിയത്. അന്ന് കേരളത്തിൽ അപൂർവമായി കാണുന്ന ഈ പച്ചക്കറി ബിജുവിന്റെ നഴ്സറിയിൽ ഉണ്ടെന്ന് അറിഞ്ഞാണ് ശ്രീനിവാസൻ ബിജുവിനെ ഫോണിലൂടെ ബന്ധപ്പെടുന്നത്. ആ സമയം ബിജു ശബരിമലയിലായിരുന്നു. തന്നെ ആരെങ്കിലും കബളിപ്പിക്കുവാനായിരിക്കും വിളിക്കുന്നതെന്നാണ് ആദ്യം ബിജുവിന് തോന്നിയത്. എന്നാൽ കബളിപ്പിക്കലല്ല, താൻ യഥാർത്ഥ സിനിമാ നടൻ ശ്രീനിവാസൻ തന്നെയാണെന്ന് ബിജുവിനെ അദ്ദേഹം ബോധ്യപ്പെടുത്തി. തുടർന്ന് ഇവിടേക്ക് വരുന്നുണ്ടെന്ന് പറയുകയും ചെയ്തു. അങ്ങനെ 2013 ഡിസംബർ മാസം 13 ശ്രീനിവാസൻ ഇരട്ടയാർ നാങ്കുതൊട്ടിയിലുള്ള ബിജുവിന്റെ CR നഴ്സറിയിൽ എത്തി. പ്രദേശത്തെ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും പ്രദേശവാസികളും നാട്ടുകാരും ഉൾപ്പെടെ ശ്രീനിവാസനെ സ്വീകരിക്കുവാൻ അന്ന് ഇവിടെ ഉണ്ടായിരുന്നു. രാവിലെ വീട്ടിലെത്തിയ ശ്രീനിവാസൻ പച്ചക്കറി ഉൽപാദനം, കൃഷിരീതികൾ എന്നിവ നേരിൽ കണ്ടും ചോദിച്ചു മറിഞ്ഞു. ഇതിനുശേഷം ഉച്ചഭക്ഷണവും കഴിച്ച ശേഷമാണ് ഇവിടെ നിന്നും മടങ്ങിയത്. തിരികെ പോകുമ്പോൾ ബ്രോക്കോളിയുടെ ഉൾപ്പെടെ തൈകളും ശ്രീനിവാസൻ വാങ്ങി വീട്ടിലേക്ക് കൊണ്ടുപോയി. ഇതിനുശേഷം ബിജുവും ശ്രീനിവാസനും തമ്മിലുള്ള സ്നേഹബന്ധത്തിന് കൂടുതൽ ദൃഢതയും കൈവന്നു. 12ഓളം തവണ ശ്രീനിവാസന്റെ വീട്ടിൽ ചെല്ലുകയും പിന്നീടും ബിജുവിന്റെ പച്ചക്കറി തൈകൾ ശ്രീനിവാസൻ വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ വിയോഗവേളയിൽ ബിജു ഓർത്തെടുക്കുകയാണ്. ഒത്തിരി വർഷങ്ങൾ, ഒരു 5-8 രോഗാവസ്ഥ വരുന്നിടം വരെ നമ്മളുമായിട്ട് കൂടെ, കാരണം കൃഷി ചെയ്യുകയും, അതായത് ഞാൻ അവിടെ ചെല്ലുകയും ആ വീട്ടിലെ ഒരു കുടുംബാംഗത്തെ പോലെ തന്നെ എനിക്ക് അവിടെ ചെല്ലാനും അതുപോലെ തന്നെ അവിടുത്തെ കൃഷി കാര്യങ്ങളിലെല്ലാം ഇടപെടാനും എനിക്ക് സാഹചര്യം കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ പുള്ളിക്കും അത് വളരെ ഒരു മോട്ടിവേഷനാക്കി കൊടുക്കാൻ എനിക്ക് ചെറിയ തോതിലാണെങ്കിലും എനിക്ക് സാധിച്ചിട്ടുണ്ട്. കാരണം പുള്ളി കൃഷി മേഖലയിൽ അമിതമായിട്ട് ഉപയോഗിക്കുന്ന കീടനാശിനികളെക്കുറിച്ചും രാസവളങ്ങളെക്കുറിച്ചും എല്ലാം പുള്ളി അന്ന് എതിരായിട്ട് നിൽക്കുകയും അതിനെ സംസാരിക്കുക, അത് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം മരുന്നാകണം എന്നാണ് അന്ന് ശ്രീനിവാസൻ നഴ്സറിയിൽ എത്തിയപ്പോൾ മാധ്യമപ്രവർത്തകരോട് അടക്കം പ്രതികരണത്തിൽ വ്യക്തമാക്കിയത്. മലയാളികൾ ജൈവ പച്ചക്കറി കൃഷിയിലേക്ക് കടക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു എന്ന് ശ്രീനിവാസൻ പറഞ്ഞതായും ബിജു പറയുന്നു. ഇതോടൊപ്പം ഒരു ഉപദേശവും നൽകിയാണ് ശ്രീനിവാസൻ അന്ന് മടങ്ങിയത്. ഈ ഫാം ചില സമയങ്ങളിൽ നഷ്ടത്തിലെത്തിയേക്കാം, എന്നാൽ ഇതൊന്നും വകവയ്ക്കാതെ മുന്നോട്ട് പോയി ജൈവ പച്ചക്കറി കൃഷി ജീവിതത്തിന്റെ ഭാഗമാക്കണമെന്ന സന്ദേശം സമൂഹത്തിന് നൽകണം എന്നും പറഞ്ഞാണ് ശ്രീനിവാസൻ തന്റെ കൃഷിയിടത്തിൽ നിന്നും മടങ്ങിയതെന്നും ബിജു ഓർത്തെടുക്കുന്നു. ശ്രീനിവാസന്റെ വിയോഗം തനിക്ക് വലിയ നഷ്ടം തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്നും ബിജു പറയുന്നു. കാർഷിക മേഖലയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച ഒരു സിനിമാക്കാരനാണ് കാലയവനിക്കുള്ളിൽ മറിഞ്ഞിരിക്കുന്നത്. നിജിൽ കെ മാത്യു, ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.